എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വീണ്ടും കളിക്കാൻ പോവാണ് GTA 5. അപ്പോൾ ഇതിന്റെ മുന്നത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മുടെ മൈക്കിള് മിസ്സിംഗ് ആണ്. ഇതൊരിക്കലും നമുക്ക് മൈക്കിളിനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് ലെസ്റ്ററിന്റെ വീട്ടിലേക്ക് പോയി, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഞാൻ എന്നിട്ട് ട്രെവറിനെയും കൂടി വിളിച്ചോണ്ട് വന്നു. ട്രെവറിനോടും ഞാൻ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ ട്രെവറിന് എന്താണാവോ തീരെ പിടിച്ചില്ല. ട്രെവർ ബേസ്ബോൾ ബാറ്റൊക്കെ കൈപ്പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കയറി അറ്റാക്ക് ചെയ്യാൻ പോവായിരുന്നു. ഞാനും ലെസ്റ്ററും എന്നിട്ട് എങ്ങനെയൊക്കെയോ ട്രെവറിനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. കാരണം പോലീസ് സ്റ്റേഷനിൽ കയറി ചാടി പോയി അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും പണിയാവും. ചിലപ്പോൾ ജീവനോടെ തിരിച്ചു വരില്ല. ഇവിടെ ഇപ്പോൾ ഞാനും ലെസ്റ്ററും ട്രെവറും പ്ലാൻ ചെയ്യാണ് മൈക്കിളിനെ എങ്ങനെയാണ് പുറത്തേക്ക് കൊണ്ടുവരാന്ന്. ഇന്നലെ രാത്രി ലെസ്റ്ററിന്റെ വീട്ടിലാണ് സ്റ്റേ ചെയ്തത്. കാരണം ഫ്രാങ്ക്ലിന് ഇപ്പോൾ സ്വന്തമായിട്ട് വീടൊന്നുമില്ല. അപ്പോൾ ഇതാണ് ലെസ്റ്ററിന്റെ വീട്. വലിയ വൃത്തിയൊന്നും ഉണ്ടാവില്ല, ഫുള്ള് കച്ചറയാണ്. ഇതേ ട്രെവർ കണ്ടില്ലേ, അവിടെ അടിച്ച് ഫിറ്റായി. രാവിലെ തന്നെ തുടങ്ങി. ഇവിടെ ലെസ്റ്റർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ലെസ്റ്റർ പിന്നെ ഒരു ഹാക്കറാണല്ലോ. ഇവിടെ ഹാക്കിങ്ങിൻ്റെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇവിടെ ഡോറിൻ്റെ അവിടെ ഡേഞ്ചർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും ആട്ടെ, ലെസ്റ്റർ എന്തെങ്കിലും പ്ലാൻ ചെയ്യും. എന്നെ ആരോ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിപ്പോൾ കട്ടായി. ഒന്ന് തിരിച്ച് വിളിച്ചു നോക്കാം, ആരാണാവോ വിളിച്ചത്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ വിളിച്ചത് വേറെ ആരൊന്നല്ല, നമ്മുടെ മൈക്കിളാ. മൈക്കിള് പറയണത് മൈക്കിളിനെ പോലീസൊന്നും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന്. പകരം വേറെ ഏതൊരു ഗ്യാങ്ങാണ് മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തത്. അത് ഏത് ഗ്യാങ്ങാണെന്ന് നമുക്ക് അറിയില്ല. അത് പറയുമ്പോഴേക്കും മൈക്കിളിൻ്റെ ഫോൺ എന്താണോ കട്ടായി പോയി. പിന്നെ വിളിച്ചിട്ട് കിട്ടണില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇക്കാര്യം പോയിട്ട് ലെസ്റ്ററിനോട് പറയാം. ഇനിയിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും ലെസ്റ്ററിനോട് പറഞ്ഞു കൊടുത്തു. ലെസ്റ്റർ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ മൈക്കിളിൻ്റെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. മൈക്കിളിൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടാവുമല്ലോ, സുഖമായിട്ട് ലൊക്കേഷൻ കിട്ടും. ഒരു മിനിറ്റ്, ഡ്രൈവർ ഇതവിടെ സുഖമായിട്ട് കിടന്നുറങ്ങാം. ഒന്ന് വിളിച്ച് എണിപ്പിക്കാം. എടാ ഡ്രൈവറെ, എണിക്കടാ, മതി ഉറങ്ങിയത്. ഡ്രൈവർ ഇതുവരെയും കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് ഡ്രൈവറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ഡ്രൈവറിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. അത് മാത്രമല്ല, ലെസ്റ്റർ നേരത്തെ മൈക്കിളിലെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യണ്ടായിരുന്നില്ലേ, അതും കിട്ടിയിട്ടുണ്ട്. ലൊക്കേഷൻ കാണിക്കണത് ബല്ലാസിൻ്റെ ഏരിയയിലാ. അപ്പോൾ മൈക്കിളിനെ കിഡ്നാപ്പ് ചെയ്തത് ബല്ലാസ് ഗ്യാങ്ങാ. എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലാവണില്ല, മൈക്കിളിനെ ഇപ്പോൾ ബല്ലാസ് ഗ്യാങ്ങായിട്ട് എന്താ പ്രശ്നം? എന്തെങ്കിലും സീനുണ്ടാവും, ഒരു ചെറിയ സീനാവും. പക്ഷേ ഇവന്മാർ വലിയ കാര്യമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആ ബല്ലാസിൻ്റെ ഏരിയ വരെ പോയിട്ട് വരാം. നമുക്കിനി അവിടെ കയറി ചാടി പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ലോസ് ആൻഡോസിലെ ഏറ്റവും പെശക ഗ്യാങ്ങാണ് ബല്ലാസിൻ്റെ ഗ്യാങ്. ഒരു ചെറിയ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ അലമ്പാവും. അപ്പോൾ നമുക്ക് ആദ്യം മാന്യമായിട്ട് സംസാരിച്ച് നോക്കാം. മൈക്കിളിനെ തരുമെന്ന് ചോദിക്കാം. അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് മൈക്കിളിനെ മാത്രം മതി. ഓക്കെ, ബല്ലാസിൻ്റെ ഗ്യാങ് ഇവിടെ അടുത്ത് എവിടെയാണ്, നമുക്കിനി അങ്ങോട്ട് പോവാം. എൻ്റെ കൂടെ ഇപ്പോൾ ഡ്രൈവർ മാത്രമേ വരുന്നുള്ളൂ, ലെസ്റ്ററിനെ കൊണ്ട് പോകണില്ല. ഒരു മിനിറ്റ്, വണ്ടി ചെറുതായിട്ട് ഉറഞ്ഞു. സീനില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ബല്ലാസിൻ്റെ ഏരിയയിലെത്തി. മൈക്കിൾ എവിടെയാണാവോ? അത്യാവശ്യം വലിയൊരു ഏരിയയാണ്. മൈക്കിളിനെ കണ്ടുപിടിക്കാൻ എന്തായാലും കുറച്ച് പാടാ. ഇവിടത്തെ ഒരു പെണ്ണ് നിന്ന് സിഗരറ്റൊക്കെ വലിക്കുന്നുണ്ട്, കൂടെ പട്ടിയുണ്ട്. വേണ്ട വേണ്ട, ഇവിടെ അധികം നേരം നിൽക്കണില്ല. ഇവന്മാർ ഭയങ്കര പെശക. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ചും കൂടി മുമ്പിലേക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ ബല്ലാസിൻ്റെ മെയിൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ബല്ലാസിൻ്റെ ഗ്യാങ് ലീഡറൊക്കെ താമസിക്കണത്. ഇവിടെ ഉണ്ടല്ലേ ഇഷ്ടം പോലെ ബല്ലാസിൻ്റെ ആൾക്കാരുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, അവരോട് മാന്യമായിട്ട് സംസാരിക്കാം. ഞാൻ ഗണ്ണൊക്കെ പുറത്തേക്ക് എടുക്കണില്ല. ഡ്രൈവറിനോടും കൂടി പറഞ്ഞിട്ടുണ്ട് വെറുതെ ആവശ്യമില്ലാണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കരുതെന്ന്. ഓക്കെ, ഇവിടെ മുമ്പിൽ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമുക്ക് ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, ഇവിടെ ഞാൻ ഇയാളുടെ അടുത്ത് സംസാരിച്ചു. മൈക്കിളിനെ വിട്ടുതരാം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട് ഒരു ടാസ്ക് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ അത്ര വലിയ എളുപ്പമുള്ള ടാസ്ക് അല്ല, ഭയങ്കര പാടാ. ആ ടാസ്ക് ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് 2:30 ആകുമ്പോഴേക്കും ദൈവന്മാർ കണ്ണെടുത്തല്ലോ. ഡ്രൈവർ ഓട് ഓട് ഓട്, വണ്ടിയിൽ കയറ് വണ്ടിയിൽ കയറ്. ഇവന്മാർ ഭയങ്കര പശക. വേഗം വിട്ടോ, കണ്ടം വഴി വിട്ടോ. നമ്മളൊന്നും ചെയ്തില്ലല്ലോ അവന്മാരെ, വെറുതെ ആവശ്യമില്ലാണ്ട് ഫയർ ചെയ്യണ്. നമ്മുടെ കയ്യിൽ പിന്നെ നല്ല ആർമർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വണ്ടിയുണ്ട്. അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അവർ എന്തൊരു ടാസ്ക് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 2:30 ആകുമ്പോൾ പ്രസിഡന്റ് നമ്മുടെ ലോസ് ആൻഡോസിലേക്ക് വരും. നമുക്ക് പോയിട്ട് ആ പ്രസിഡന്റിൻ്റെ കാർ അടിച്ചു മാറ്റണം. അത് സാധാരണ ഒരു കാറൊന്നുമല്ല, അതൊരു ഗോൾഡൻ ലിമോസിനാ, ഫുള്ള് ലക്ഷറിയാ. നമുക്ക് അത് പോയിട്ട് അടിച്ചു മാറ്റണം. അത് അടിച്ചു മാറ്റി ഇവന്മാരുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ മൈക്കിളിനെ വിട്ടു തരാമെന്ന്. ഇതിപ്പോൾ പ്രസിഡന്റിൻ്റെ കാർ അടിച്ചു മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അവിടെ ഇഷ്ടം പോലെ ബോഡി ഗാർഡ്സ് ഉണ്ടാവും, പോലീസ് ഉണ്ടാവും, മിലിറ്ററിക്കാരുണ്ടാവും, എല്ലാവരും ഉണ്ടാവും.
സംഭവം കുറച്ച് ടാസ്ക്കാണ്. പക്ഷെ അതിൻ്റെ അടിക്കാവുമാർ നമ്മളെ ഫയർ ചെയ്ത് ഓടിപ്പിച്ചു. അതിനുള്ള റിവഞ്ച് നമ്മൾ എന്തായാലും എടുക്കും. ആദ്യം നമ്മൾ മൈക്കിളിനെ രക്ഷിക്കട്ടെ. മൈക്കിളിനെ രക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്മാരെ വെറുതെ വിടാൻ പോണില്ല. ഇവിടെ ഇപ്പം നമ്മുടെ വണ്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. ഒരു വൃത്തിയട്ട സൗണ്ടൊക്കെ വരുന്നുണ്ട്. പോണ വഴിക്ക് ഇതൊന്ന് റിപ്പയർ ചെയ്തിട്ട് പോവാം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ ലെസ്റ്ററിൻ്റെ വീട്ടിലേക്ക് എത്തി. നമുക്കിനി എല്ലാ കാര്യങ്ങളും ലെസ്റ്ററിനോട് പറഞ്ഞു കൊടുക്കാം. നമുക്കിത് എങ്ങനെയെങ്കിലും ആ കാർ അടിച്ച് മാറ്റണം. പ്രസിഡന്റ് ഇന്നാണ് വരുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യണം. ഓക്കെ, ഇവിടെ ഇപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ലെസ്റ്ററിനോട് തുറന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ അധികം സമയമില്ല. ഇപ്പം തന്നെ 12:30. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോവാം. നമുക്കിപ്പോൾ അധികം സമയമില്ല. ഇപ്പം തന്നെ 12:30. ഒരു കാര്യം ചെയ്യാം, നമുക്ക് പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോവാം. ലെസ്റ്റർ ഇപ്പോൾ നമ്മുടെ കൂടെ വരുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് ലെസ്റ്ററിനോട് വരണ്ടെന്ന്. കാരണം ലെസ്റ്ററിന് ഇപ്പോൾ വയ്യ, നടക്കാനൊന്നും വയ്യ. അതുകൊണ്ട് ഞാനും ഡ്രൈവറാണ് പോണേ. നമുക്കിനി എത്രയും പെട്ടെന്ന് എയർപോർട്ടിലേക്ക് പോകണം. നമുക്ക് 2 മണിയുടെ മുന്നേട്ട് എത്തണം. അല്ലെങ്കിൽ പ്രസിഡന്റ് അവിടെ നിന്ന് സ്ഥലം വിടും. സ്ഥലം വിടുന്നേക്കാളും മുമ്പ് നമുക്ക് പോയിട്ട് ആ കാറങ്ങ് അടിച്ചു മാറ്റണം. അല്ല, ആരാ നമ്മുടെ വണ്ടിയുടെ ചില്ല് തല്ലി പിടിച്ച്? ആരാണാവോ? അയാളെ പിന്നെ നോക്കിക്കോളാം. നമുക്ക് പോണ വഴിയില്ലേ ഈ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തിട്ട് പോവാം. ഈ എൻജിനിൽ നിന്ന് നല്ല സൗണ്ട് വരുന്നുണ്ട്. ട്രിർ സൗണ്ട് വരുന്നുണ്ട്. അത് ഭയങ്കര ഇറിറ്റേഷൻ ആവുക. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ എയർപോർട്ടിലേക്ക് എത്തി. വരുന്ന വഴിയിൽ ഞാൻ വണ്ടി ഒന്ന് റിപ്പയർ ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ട് ഒന്ന് നേരം വൈകി. ഇവിടെ ഇപ്പോൾ കണ്ടില്ലേ, സമയം 2:15. 15 മിനിറ്റ് ലേറ്റാ. നമുക്ക് എങ്ങനെയെങ്കിലും പോയിട്ട് ആ കാർ അടിച്ച് മാറ്റണം. പ്രസിഡന്റ് ഇതുവരെയ്ക്കും പോയിട്ടില്ല. ഇവിടെ ഇപ്പോൾ ഞാൻ മെയിൻ എൻട്രൻസിൽ കൂടെ കയറുന്നില്ല. അവിടെ ചിലപ്പോൾ പോലീസുകാരുണ്ടാവും. നമുക്ക് ഒന്ന് ബാക്കിൽ കൂടെ കയറി നോക്കാം. ഇവിടെ ബാക്കിലൊരു വഴിയുണ്ട്. ചിലപ്പോൾ നമുക്ക് അതിൽ കൂടെ പോകാൻ പറ്റും. ഇവിടെ ഒരു വണ്ടി മോഡിഫിക്കേഷൻ ചെയ്യുന്ന ഷോപ്പുണ്ട്. അതിന് തൊട്ടടുത്ത് തന്നെ ഒരു വഴിയുണ്ട്. ഈ വഴി കൂടെ പോയാലും നമുക്ക് എയർപോർട്ടിൻ്റെ ബാക്കിലെത്തും. ഇതേ കണ്ടില്ലേ, മുമ്പിൽ ഒരു ഗേറ്റൊക്കെ കാണാൻ പറ്റും. നമുക്കിപ്പോൾ ഇതിൽ കൂടെ കയറണ. ഇവിടെ ഇപ്പോൾ എനിക്ക് ആരെയും കാണാനില്ല. നമ്മളിപ്പോൾ കയറണില്ല. നമുക്ക് ആദ്യം പോയിട്ട് പ്രസിഡന്റ് എവിടെയെന്ന് നോക്കിയിട്ട് വരാം. ഏത് ഭാഗത്താണെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ മുമ്പിൽ 2 ഫ്ലൈറ്റ് ഉണ്ട്. അതിൽ ആ മഞ്ഞ കളർ ഫ്ലൈറ്റ് ഇല്ലേ, അതിൻ്റെ അടുത്ത് ഇഷ്ടം പോലെ വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നണത് പ്രസിഡന്റ് ആ ഫ്ലൈറ്റിലും വന്നിട്ടുണ്ടാവുക. ഒരു മിനിറ്റ്, നമുക്ക്